അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം അത് ഞാൻ കുറച്ച് നിങ്ങളെ ഞെട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. കണ്ടിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ 2 മാലകൾ, മുത്തിൻ്റെ മാലകൾ കാണിച്ചു. ഇനി ഞാൻ വാങ്ങിയ കുറച്ച് വളകൾ കാണിച്ചു കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തരാണ്. ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. സ്ഥിരമായിട്ട് മൂക്ക് കുത്താൻ താല്പര്യമില്ലാത്തവർക്കും മൂക്ക് കുത്താൻ പേടിയുള്ളവർക്കും ഇടാൻ പറ്റിയ നല്ല ഇനം മൂക്കുത്തികൾ. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചൊന്നാ കേട്ടോ. ഹായ് ഗായ്സ്, ഹായ് കോയ്സ്. ഇത് കണ്ടോ, ലാസ്റ്റ് പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും എടുത്ത് വെച്ചല്ലേ. അതാ കുറേ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലമായല്ലോ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്ത് പറ്റിയെന്ന്. ആക്ച്വലി അതാണ് എന്നെ കുറച്ചുകൂടെ ഈ ഒരു യൂട്യൂബ് എന്നുള്ള പരിപാടിയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കുന്നത്. കാരണം നമ്മളൊരു ആബ്സെൻസ് കുറച്ച് ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പം അതൊക്കെ കുറച്ച് നല്ല കാര്യമാണല്ലോ. അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണ്, പല സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പം എപ്പോഴും നമുക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥ ആയിരിക്കണമെന്നില്ല. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ സാധാരണയല്ലേ ഈ മീഷോന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണ് ഞാനിതൊക്കെ വാങ്ങാൻ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മോന് വേണ്ടിയിട്ട്, അത് 1 വയസ്സാവുന്നതിന് മുന്നേ ഞാൻ വാവിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തോ ഒരു സെറ്റായിരുന്നു, വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന കുറച്ച്. അപ്പോൾ സെറ്റ് വാങ്ങി അത് ഇട്ടതിന് ശേഷം മോന് ഈ കൈയിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെയോ റാഷസ് പോലെ വന്നു. അതിനുശേഷം എനിക്ക് ടെൻഷനായി. ഇങ്ങനത്തെ തുണികൾ വാങ്ങാൻ സത്യം പറഞ്ഞാൽ പിന്നെ പേടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ ആ പരിപാടി അന്ന് നിർത്തിയതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഓരോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പോസ്റ്റ് ഇടുമ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇടുന്ന കാണാം, കമ്മലായാലും മാലയായാലും. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, ഇത് ഇവിടുന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവർ പറയും മീഷോന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഓക്കെ, അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയിൽ കിട്ടുന്നുണ്ടല്ലേ. അപ്പം ആ ഒരു ഇതിലാണ് ഞാനും ഇങ്ങനെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, നീ മീഷോന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടും. അതാണ് ഈ സാധാരണക്കാർക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയാനായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഏത് വീഡിയോ ചെയ്യണമെന്ന് സജഷൻ ചോദിക്കുമല്ലോ. അപ്പം ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീഷോന്ന് സാധനം വാങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോയെന്ന്. അപ്പം ഇത് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അത്രയും പ്രൊഡക്ട്സ് കാണിക്കാൻ മാത്രം എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലായത്. ഞാൻ തൽക്കാലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വാങ്ങിയ ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് ജ്വല്ലറി ഐറ്റംസാണ്. കിച്ചണിലേക്കുള്ള, അല്ലെങ്കിൽ ലിവിങ് റൂമിലേക്കുള്ള, ബെഡ്റൂമിലേക്കുള്ള കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് ജ്വല്ലറി ഐറ്റംസാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഞാൻ കുറേ ബ്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം അത് ഞാൻ കുറച്ച് നിങ്ങളെ ഞെട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, ഈ ഒരു സാധനം എനിക്ക് മീഷോന്ന് കിട്ടിയതാണെന്ന്. ദിസ് വൺ, ഇത് കണ്ടോ ഗേയ്സ്. ഇത് മാത്രമല്ല, ഇതിനൊരു കമ്മലും ഉണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. വെരി ക്യൂട്ട് ബ്യൂട്ടിഫുൾ കമ്മലാണ്. കാണുന്നുണ്ടോ? ഇതിലേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അല്ലാതെ ലോക്കൽ സാധനമൊന്നും അല്ല. ഭയങ്കര വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനിട്ട് നല്ല കോമഡി ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. എൻ്റെ ഹെയറിൽ കുടുങ്ങി തോന്നും. ഇത്ര ലെങ്ത്തിൽ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ കമ്മലും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ, കാണുന്നില്ല ഗൈസ്, 1 സെക്കൻഡ് കാണുന്നില്ല. അപ്പോൾ ഇത് ഈ 2 കമ്മലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയിലാണ് എന്നല്ല. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഇട്ട് കണ്ടിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ 2 മാലകൾ, മുത്തിൻ്റെ മാലകൾ കാണിച്ചു.
പക്ഷെ ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല. കുറേ ദിവസം ഇത് വാങ്ങി വെച്ചിട്ട് ഒരു പരിപാടിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇടുമോയെന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ സാധാരണ ഇടാറില്ല. പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഭംഗിയുണ്ടോ? എനിക്കെന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, വേറെ ഒന്നുകൂടി ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനു വാങ്ങിയാന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. ഇതൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ ഇതിനൊക്കെ. ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ വാങ്ങിയ കുറച്ച് വളകൾ കാണിച്ചു തരാം. അയ്യോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയൊരു വളയാണ്. അപ്പം ഞാൻ എപ്പോഴും ഇടാറുണ്ട് ഇങ്ങനത്തെ വളകൾ. ഞാൻ ഇട്ടിട്ടാണ് പോവാറ്. ഓക്കെ, ഇനി അടുത്തത് ഇതാ. ഇത് അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ എത്രയായെന്ന് എനിക്ക് കുറേ മാസങ്ങളായി ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട്. ഞാൻ കുറേ സ്ഥലങ്ങളിലേക്ക് ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇതുവരെ കളറ് പോലും പോയിട്ടില്ല എന്നതാണ് സത്യം. മീഷോന്ന് ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് ഇട്ട് കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്ന് തോന്നി ഞാൻ വാങ്ങിയ സാധനങ്ങൾ ആദ്യത്തെ സാധനമാണിത്. ഇത് വാങ്ങി കണ്ടപ്പോഴാണ്, ഈ വള കണ്ട് എനിക്കിതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇനി ഓക്കെ ധൈര്യമായിട്ട് വാങ്ങാം എന്ന് തോന്നി തുടങ്ങിയത്. നൈസ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണോ? വേണ്ട, ഞാനിതിന് അടിയിൽ കൊടുക്കാം. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ച് കണ്ടതിന് ശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇത് അടിപൊളിയാണോ, മീഷോന്ന് വാങ്ങിയാൽ നിൽക്കുമോ, നല്ലതാണോ എന്നൊക്കെ ചോദിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ വീണ്ടും വാങ്ങിയതാണ് പ്രസ് ഓൺ നെയിൽസ്. ഓക്കെ, ഇത് അടിപൊളിയാണ്. നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു പരിപാടിക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് പോവാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഈസിയാണിത് ചെയ്യാൻ. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ, എന്താ ഇങ്ങനെ ആക്കണം. നല്ലോണം ഇപ്പം എനിക്ക് നല്ല പോലെ നെയിലുണ്ട് കണ്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ വാവയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം ഈ കയ്യിൽ ഞാൻ നഖം വളർത്താറില്ല. ചുമ്മാ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തരാണ്. ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. അതിന് ശേഷം മേലത്തെ ഇതുകൂടെ ഞാൻ പറിച്ചിങ്ങെടുക്കുക. അതിൻ്റെ മുകളിലുള്ള പോഷൻ ഇങ്ങ് എടുക്കുക. കുറച്ച് പശ അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ എന്നിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങാൻ പോയി നോക്കിക്കോ, അതാണ് നല്ലത്. ഇത് കണ്ട കണ്ട ഓക്കെ. ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. ചെറിയൊരു വേദന ഉണ്ടാവും, ചെറിയൊരു വേദന. അടുത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മൂക്ക് കുത്താൻ താല്പര്യമില്ലാത്തവർക്കും മൂക്ക് കുത്താൻ പേടിയുള്ളവർക്കും ഇടാൻ പറ്റിയ നല്ല ഇനം മുക്കുത്തികൾ. കുടിയും കിടക്കാണ്. വെയിറ്റ് ഷോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. കാണിച്ചു തരാം. ഇതൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. അയ്യോ, എനിക്കത്ര ചേരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് മൂക്കുത്തി സ്ഥിരമായിട്ട് കുത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഓ, എനിക്ക് വേദനിക്കുന്നു ഗൈസ്. കാണുന്നുണ്ടോ? അടുത്തതാ. ഇത് നല്ലപോലെ ഇട്ടാൽ ഇങ്ങനെ വേദന ഒന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് ടൈറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്, പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ്.
നല്ല ബോറുണ്ടെന്ന് എനിക്കറിയാം. അത് ഇതിൻ്റെ കൂടെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നോണ്ടായിരിക്കണം. കുഴപ്പമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാ നേരത്തെ സിൽവർ കാണിച്ചതിൻ്റെ ഒരു മെറ്റൽ ടൈപ്പ് സാധനമാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂക്കുത്തികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തയിലേക്ക് പോകാം അല്ലേ. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചൊന്നാ കേട്ടോ. ഇതെല്ലാവരുടെ കഴുത്തിലും ഞാനിപ്പോൾ കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഇല്ല, ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുമല്ലോ. ഹെയർ ഒന്ന് ബാക്കോട്ടാക്കട്ടെ. കമ്മൽ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ കമ്മൽ വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ. ഇത് ഉണ്ടോ? ആരെ എഴുന്നേറ്റ് വന്ന് ഹായ് പറ, ഹായ് പറ, ഹായ് ഗായ്സ്, ഹായ് കോയ്സ്. അപ്പോൾ കാണിച്ചു കൊടുക്കാം, വീഡിയോ കാണിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ മാലയൊക്കെ കാണിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സ്മൈൽ, ചിരിക്കി ചിരിക്കി ചിരിക്കി. ഇത് കണ്ടോ? ഇതാണ് അടുത്തൊരു മാല. ഇതെന്തിന് വാങ്ങിയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ തരാൻ തയ്യാറാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മോനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒരു വിധത്തിലും ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ എൻ്റെ കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും എടുത്ത് വെച്ചല്ലേ. കുറേ മോതിരങ്ങളാണ് കേട്ടോ. ഇതാ, നിങ്ങൾക്കിതിന് ഓരോന്നായിട്ട് ഞാനത് ക്ലോസപ്പിൽ എടുത്തിടാം. ഓക്കെ, താങ്ക് യു. ഇട്ട് കാണിച്ചു കൊടുക്കട്ടെ അമ്മ. ഇതാ മമ്മ ഇട്ട് കാണിച്ചു കൊടുക്കട്ടെ. തരുന്നില്ല ഗൈസ്. ഇത് കണ്ടോ? എനിക്കിത് ഭംഗിയിൽ ഇങ്ങനെ സ്റ്റൈല് ബാബതാ. താങ്ക് യു. ഇതാ കുഞ്ഞുണ്ടായിരുന്നല്ലോ ബാവേ, കുഞ്ഞുണ്ടായിരുന്നല്ലോ. അതെവിടെ പോയി? അത് കാണുന്നില്ല. ഭയങ്കര ചെറുതുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കാണുന്നില്ല. ഇതാ ഇഷ്ടപ്പെട്ടാ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണ് നമ്മുടെ മോതിരങ്ങൾ. അയ്യോ, ഇത് ഞാൻ പറഞ്ഞ ചെറിയ മോതിരം കിട്ടി കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചെറിയ വിരലൊക്കെ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. സേ ബായ്. ബായ് പറ. ബായ്. ബായ് പറ. ബായ് പറയടാ. ബായ് പറയടാ. ഒരു ഉമ്മത്താൽ എന്നാലും പോട്ടെ. ബൈ 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 ഗായ്സ്.